ഞാൻ പാർവതി ഗിരീഷ്. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരം സുരക്ഷാ ഭീഷണിയിൽ. തെരുവ് വിളക്കുകൾ പ്രവർത്തനരഹിതം. തെരുവ് നായ ശല്യവും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും രൂക്ഷം. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡും പരിസര പ്രദേശങ്ങളും സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതായി യാത്രക്കാരും നാട്ടുകാരും പരാതിപ്പെടുന്നു. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന പ്രധാന ഭാഗങ്ങളിലെ നിരവധി തെരുവിളക്കുകൾ പ്രവർത്തനരഹിതമായതിനാൽ രാത്രി സമയങ്ങളിൽ പ്രദേശം ഇരുട്ടിലാവുകയാണ്. ഇതുമൂലം യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഏറെ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇതിനൊപ്പം തെരുവുനായ ശല്യവും ദിനംപ്രതി രൂക്ഷമാകുന്നതായാണ് പരാതി. ബസ് സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകൾ, കുട്ടികൾ, വയോധികർ എന്നിവരടക്കമുള്ള യാത്രക്കാർക്ക് തെരുവുനായകളുടെ സാന്നിധ്യം ഭീതിയുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം പരസ്യമായി മദ്യപിക്കുന്നതും പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. മദ്യപാനത്തെ തുടർന്ന് പലപ്പോഴും വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നതായും സാമൂഹിക അന്തരീക്ഷം മോശമാകുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നിട്ടും ഇതുവരെയും ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ സുരക്ഷ ശക്തമാക്കുക, പ്രവർത്തനരഹിതമായ തെരുവ് വിളക്കുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കുക, തെരുവ് നായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപത്തെ സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര ഇടപെടൽ നടത്തുക എന്നതാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും പ്രധാന ആവശ്യം.